Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. മൺമറഞ്ഞ പൂർവികരെ അനുസ്മരിക്കാൻ അങ്കമാലി സെന്റ് മേരീസ് സൂനോറോ കത്തീഡ്രലിൽ വിശ്വാസികൾ ഒത്തുചേർന്നു. ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആനീദെ പെരുന്നാൾ നടന്നു. അങ്കമാലി മേഖലയിൽ മൺമറഞ്ഞുപോയ പൂർവികരെ അനുസ്മരിക്കാൻ വിശ്വാസികൾ ഒത്തുചേരുന്ന പുണ്യദിനമാണ് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി സൂനോറോ കത്തീഡ്രലിലെ ആനീദെ പെരുന്നാൾ. ഒന്നാം മാർത്തോമ മെത്രാപോലിത്ത ഗീവർഗീസ് ആർക്കദിയാക്കോൻ, അമ്പാട്ട് ഗീവർഗീസ് മോർ കൂറിലോസ് മെത്രാപോലിത്ത എന്നിവർ കബറടങ്ങിയിരിക്കുന്നത് പുരാതന പ്രസിദ്ധമായ ഈ ദേവാലയത്തിലാണ്. 1.5 നൂറ്റാണ്ടുകൾക്ക് മുൻപ് വരെ മരണമടഞ്ഞ സകല പട്ടക്കാരും അതിനുശേഷം മരണമടഞ്ഞ ഇടവകയിലെ പട്ടക്കാരും പള്ളി സെമിത്തേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. ആനീദെ പെരുന്നാൾ ദിനത്തിൽ മേഖലയിലെ വൈദികരും വിശ്വാസികളുമെല്ലാം തങ്ങളുടെ പൂർവികരുടെ സ്മരണയ്ക്ക് മുൻപിൽ ആദരവർപ്പിക്കാൻ ഒത്തുചേർന്നു. പെരുന്നാൾ ദിന ചടങ്ങുകൾക്ക് അഭിവന്ദ്യ ഐസക് മോർ ഒസ്താത്തിയോസ് മെത്രാപോലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മലങ്കര സഭയിൽ ആനീദെ പെരുന്നാൾ നടക്കുന്ന ഏക ദേവാലയമായിരിക്കും അങ്കമാലി പള്ളിയെന്ന് മെത്രാപോലീത്ത പറഞ്ഞു. അങ്കമാലി സെന്റ് മേരീസ് യാക്കോബായ സൂനോറോ സിറിയൻ കത്തീഡ്രൽ ദേവാലയത്തിൽ ഇന്ന് ആനീദെ പെരുന്നാളാണ്. ഒരുപക്ഷെ മലങ്കര സഭയിൽ ഈ പെരുന്നാൾ ആഘോഷിക്കുന്ന ഏക ദേവാലയമായിരിക്കാം അങ്കമാലി പള്ളി. ഇതിനുള്ള കാരണം എന്തെന്നാൽ 1940 വരെയുള്ള ആ കാലഘട്ടത്തിൽ ഈ പ്രദേശത്ത് അനേകം ദേവാലയങ്ങൾ യാക്കോബായ സഭയ്ക്ക് ഉണ്ടായി എങ്കിൽ തന്നെയും ഈ ദേവാലയത്തിലായിരുന്നു എല്ലാ മൃതരെയും സംസ്കരിച്ചിരുന്നത്. പ്രത്യേകിച്ച് ഈ ദേവാലയത്തിൽ പിതാക്കന്മാരെയും അതേപോലെ തന്നെ വൈദികരെയും വിശ്വാസികളെയും എല്ലാം സംസ്കരിച്ചിരുന്നതായ ഒരു പാരമ്പര്യമാണ് ഉണ്ടായിരുന്നത്. 1940 കാലഘട്ടം കഴിഞ്ഞപ്പോൾ അതിന് മാറ്റം വരികയും സമീപത്തുള്ള ഇടവകളിലൊക്കെ സെമിത്തേരികൾ ഉണ്ടായി അവിടെയും മൃതശരീരം സംസ്കരിക്കുന്നതായ ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. ഈ പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞാൽ ഈ സമീപ പ്രദേശത്തുള്ള ഈ അങ്കമാലി മേഖലയിലുള്ള യാക്കോബായക്കാർ മാത്രമല്ല മറ്റ് ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടവരുമൊക്കെ വന്ന് ഈ പെരുന്നാളിൽ സംബന്ധിക്കുന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും വേണ്ടി, പ്രത്യേകിച്ച് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന മൃതരായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രത്യേക പ്രാർത്ഥനയൊക്കെ സെമിത്തേരിയിൽ വെച്ച് നടത്തുന്നത് ഈ പെരുന്നാളിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ പെരുന്നാൾ ഇടവകയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും ഒരു കൂടിച്ചേരലാണ്. ഇവിടെ നിന്നും പിരിഞ്ഞു പോയിരിക്കുന്ന കുടുംബങ്ങളുടെ ഇവിടെ മാതൃ ഇടവകയായി കണ്ടുകൊണ്ട് ഇപ്പോഴും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളുടെ എല്ലാം ഒരു സംഗമമായിട്ട് നമുക്ക് ഈ പെരുന്നാളിനെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു കാലത്ത് ഈ പ്രദേശത്തൊക്കെ മണലിട്ട താഴുമില്ലാത്ത രീതിയിൽ അത്രമാത്രം ജനസഞ്ചയമായിരുന്നു ഈ പെരുന്നാളിൽ വന്ന് സംബന്ധിച്ചിരുന്നത്. പക്ഷേ ഇന്ന് നിങ്ങൾക്കൊക്കെ അറിവുള്ളതുപോലെ പല സ്ഥലങ്ങളിലൊക്കെ ഇടവകളായി സെമിത്തേരിയൊക്കെയായി അതിൻ്റേതായ ചില മാറ്റങ്ങളൊക്കെ ഈ പെരുന്നാളിൽ വന്ന് പെരുന്നാളിന് സംഭവിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഇതിൻ്റെ പാരമ്പര്യങ്ങൾക്കോ ഇതിൻ്റെ പഴയ കാലത്ത് മുതൽ നിർവഹിച്ചു പോകുന്നതായ ഓരോരോ നടപടികൾക്കോ യാതൊരു മാറ്റവും കൂടാതെ ഇന്ന് ഈ പെരുന്നാൾ നടത്തുന്നു. പെരുന്നാൾ ദിനത്തിൽ രാവിലെ പ്രാർത്ഥന, വിശുദ്ധ മൂന്നിന്മേൽ കുർബാന എന്നിവ ഉണ്ടായിരുന്നു. Parikumo
മധ്യസ്ഥ പ്രാർത്ഥന, പ്രസംഗം, ധൂപപ്രാർത്ഥന, കൈമുത്ത്, നേർച്ചയിടൽ എന്നിവയ്ക്ക് ശേഷം വൈദികരും വിശ്വാസികളും സെമിത്തേരിയിലേക്ക് പ്രദക്ഷിണമായി നീങ്ങി. സെമിത്തേരിയിൽ സകല വാങ്ങിപ്പോയവർക്കും വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന നടന്നു. കർത്താവിൻ സ്നേഹന്മാർക്കും നാനാ സൃഷ്ടി വിഭാഗങ്ങൾക്ക് സ്നേഹന്മാർ മറിയോറാകെ മാലനോവാകാവേ മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പുല്ലിന് തുല്യം പോലെ പ്രബല റൂഹോ കാദീശാമിൽ പോലും താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരനെ ജീവസ്വരമ തുടർത്തണമേ എല്ലാവരും പ്രാർത്ഥിച്ച് നമ്മുടെ കർത്താവിൽ നിന്ന് കരുണയും മനോഗുണവും യാചിക്കണം. സ്തോത്രവും പ്രഭയും പുകഴ്ചയും ഒരു നാളും വാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ കരേറ്റുവാനിടയങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. തന്റെ മരണം മൂലം നമ്മുടെ മരണത്തെ മായ്ച്ചു കളഞ്ഞവനും തന്റെ ബലിയർപ്പണ മുഖാന്തരം മാതാവിന്റെ സന്താനങ്ങൾക്കെല്ലാം പാപപരിഹാരം നൽകിയവനുമായ ഉത്തമനായ കർത്താവിന് ഈ സമയത്തും സകല നാടുകളിലും നാഴികകളിലും നേരങ്ങളിലും കാലങ്ങളിലും ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അങ്ങേക്ക് യോഗ്യമാകുന്നു. പരക്മോർ കുലഹുനിയമോ സ്വതുഹായേൻ ലൽമീൻ. തുടർന്ന് ഭക്ഷണവും കഴിച്ചാണ് വിശ്വാസികൾ മടങ്ങിയത്. മൺമറഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും പരസ്പരം കണ്ടുമുട്ടുന്നതിനുമുള്ള ഒരു ചടങ്ങായി മാറി ആനീദെ പെരുന്നാൾ. ഐസക് മോർ ഒസ്താത്തിയോസ് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ബർസൗമോ റമ്പാൻ, ഫാദർ വർഗീസ് അറക്കൽ, ഫാദർ വർഗീസ് തൈപ്പറമ്പിൽ, ഫാദർ എൽദോ ചെറിയാൻ, ഫാദർ ബെന്നി മനേക്കുടി, ഫാദർ ബെന്നി പന്തപ്ലാക്കൽ, ഫാദർ ജിസ് മാത്യു, പള്ളിവികാരി ഫാദർ വർഗീസ് പാലയിൽ, സഹവികാരി ഫാദർ ഏലിയാസ് പോൾ കാവാട്ട് പറവട്ടിൽ, ട്രസ്റ്റിമാരായ ഇ പി ജോർജ് ഇടശ്ശേരി, കെ വൈ വർഗീസ് കൂരൻ, സഭാ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം കെ ഡി റോയ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പുറത്തിറങ്ങുന്ന 2025 വർഷത്തെ സഭാ കലണ്ടറിന്റെ പ്രകാശനവും ഐസക് മോർ ഒസ്താത്തിയോസ് തിരുമേനി നിർവഹിച്ചു.
എല്ലാത്തരം അഴുക്കിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.